കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. PSC SCRT സോഷ്യൽ സയൻസ് സീരീസിൽ ഇന്ന് 6ാം ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാഠം 12 ജപ്പാൻ ചരിത്രവും വർത്തമാനവും. ക്ലാസ്സിലേക്ക് കടക്കാം. ജപ്പാൻ്റെ ചരിത്രം പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് 1945 ആഗസ്റ്റ് 6 ഹിരോഷിമയിലും ആഗസ്റ്റ് 9 നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിക്കുന്നത്. 1945 ആഗസ്റ്റ് 6 ഹിരോഷിമയിലും ആഗസ്റ്റ് 9 നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചു. ദെൻ ജപ്പാൻ്റെ മാപ്പിൽ അല്ലെങ്കിൽ ഭൂമിയിലുള്ള സ്ഥാനം എവിടെയാണ് വരുന്നത്? ജപ്പാന് കിഴക്കൻ ഏഷ്യയിലെ പസഫിക് തീരത്തുള്ള ഒരു ദ്വീപ സമൂഹമാണ്. അതായത് കിഴക്കൻ ഏഷ്യയിൽ, അതായത് ഏഷ്യ ഭൂഖണ്ഡത്തിൽ വരുന്നതാണ്. പസഫിക് തീരത്ത് വരുന്ന ഒരു ദ്വീപ സമൂഹമാണ് ജപ്പാന്. 4 ദ്വീപുകൾ ചേർന്നിട്ടാണ് ജപ്പാൻ ഉണ്ടാകുന്നത്. ഹോക്കൈഡോ, ഹോൺഷു, ഷിയോക്കു, ക്യുഷു, ഇങ്ങനെ 4 ദ്വീപുകൾ ചേർന്നതാണ് ജപ്പാന്. ഡയഗ്രാം നോക്കാം. ലോക ഭൂപടത്തിൽ ജപ്പാൻ വരുന്നത് ഇവിടെ കാണുന്ന ചെറിയൊരു ദ്വീപ സമൂഹമാണ് ജപ്പാന്. കിഴക്കൻ ഏഷ്യയിലാണ് ജപ്പാൻ്റെ സ്ഥാനം വരുന്നത്. പസഫിക് തീരത്തോട് ചേർന്നിട്ടാണ്. ജപ്പാനിൽ 4 ദ്വീപുകൾ ചേർന്നിട്ടാണ് ജപ്പാൻ ഉണ്ടാവുന്നത്. ഏതൊക്കെയാണ് 4 ദ്വീപുകൾ? ഹോക്കൈഡോ, ഹോൺഷു, ഷിക്കോക്കു ആൻഡ് ക്യുഷു. ജപ്പാനിലെ നീളം കൂടിയ നദി ഏതാണ്? ഷിനാനോ നദി. ജപ്പാനിലെ നീളം കൂടിയ നദി ഷിനാനോ നദിയാണ്. ജപ്പാൻ്റെ ചരിത്രത്തോട്ട് പോകുമ്പോൾ ആദ്യം സാഹിത്യത്തിൽ ജപ്പാനിലെ പ്രധാന ചരിത്രകൃതിയാണ് കൊജിക്കി. അതുപോലെ ചെഞ്ചിയുടെ കഥ എന്ന കൃതി എഴുതിയത് മുറാസാക്കി ഷിക്കിബു ആണ്. പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ള 2 പ്രധാന കൃതികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ചരിത്രകൃതിയാണ് ഒരു കൊജിക്കി എന്ന് പറയുന്നത്, ഒരു ചരിത്രകൃതിയാണ്. അതുപോലെ ചെഞ്ചിയുടെ കഥ എഴുതിയതാരാണ്? മുറാസാക്കി ഷിക്കിബു ആണ്. ദെൻ ഷിൻഡോയിസം എന്ന് പറയുന്നത് എന്താണ്? ജപ്പാനിൽ നിലനിന്നിരുന്ന ഒരു പ്രധാന മതവിശ്വാസമാണ് ഷിൻഡോയിസം എന്ന് പറയുന്നത്. ജപ്പാൻകാരുടെ പ്രധാന മതവിശ്വാസമാണ് ഷിൻഡോയിസം. ഇവരുടെ ആരാധനാമൂർത്തിയാണ് കാമി. ഇവർ വിശ്വസിക്കുന്ന ഒരു സൂര്യദേവതയാണ് അമദരേസു. ഷിൻഡോയിസം മതവിശ്വാസമാണ്, ആരാധനാമൂർത്തി കാമി, ഇവരുടെ സൂര്യദേവതയാണ് അമദരേസു. ജപ്പാൻകാരുടെ പ്രധാന ഭക്ഷണമാണ് ഗൊഹൻ ആൻഡ് സുഷി. ഗൊഹൻ എന്നറിയുന്ന ഒരു അരി വിഭവമാണ്. സുഷിയും ഒരു ജപ്പാൻ ഭക്ഷണ വിഭവമാണ്. ദെൻ വസ്ത്രമാണ്. ഇവരുടെ പ്രധാന വസ്ത്ര രീതിയാണ് കിമോണോ എന്ന് പറയുന്നത്. ദെൻ ഷോഗൺ ഭരണം. ചരിത്രത്തിൽ ജപ്പാനിൽ നിലനിന്നിരുന്ന ഭരണമാണ് ഷോഗൺ ഭരണം എന്ന് പറയുന്നത്. 12ാം നൂറ്റാണ്ടിൽ ജപ്പാനിൽ നിലനിന്നിരുന്നതാണ് ഷോഗൺ ഭരണം. ഷോഗൺ ഭരണം നിലനിന്നിരുന്നത് സൈനിക മേധാവികൾക്ക് കീഴിലായിരുന്നു. സൈനിക മേധാവികളുടെ കീഴിലായിട്ടാണ് ജപ്പാന് ഒരുപാട് കാലം നിലനിന്നിരുന്നത്. അപ്പോൾ ഷോഗൺ ഭരണം ശ്രദ്ധിക്കുക. 12ാം നൂറ്റാണ്ടിൽ ജപ്പാനിൽ നിലനിന്നിരുന്നതാണ് ഷോഗൺ ഭരണം. സൈനിക മേധാവികളായിരുന്നു ഭരണാധികാരികൾ. പ്രാദേശിക മേഖലകൾ ഡെയ്മിയോ എന്നറിയപ്പെടുന്ന പ്രഭുക്കന്മാരുടെ കീഴിലായിരുന്നു. രാജ്യത്തെ ഒരുപാട് പ്രാദേശിക മേഖലയായിട്ട് തിരിച്ച് ഓരോ പ്രാദേശിക മേഖലയിലും ഭരണം നടത്തിയിരുന്നത് പ്രഭുക്കന്മാരായിരുന്നു. ഇവർ ഡെയ്മിയോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മൊത്തത്തിൽ രാജ്യം സൈനിക മേധാവികളുടെ കീഴിലുമായിരുന്നു. ഭരണാധികാരികളായിരുന്നു അന്ന് ഭരിച്ചിരുന്നത്. സൈനിക യോദ്ധാക്കൾ എന്താണ് അറിയപ്പെട്ടിരുന്നത്? സമുറായി എന്ന് അറിയപ്പെട്ടു. ഷോഗൺ ഭരണം 12ാം നൂറ്റാണ്ടിൽ ജപ്പാനിൽ നിലനിന്നിരുന്നത് ഷോഗൺ ഭരണമായിരുന്നു. സൈനിക മേധാവികളായിരുന്നു ഭരണാധികാരികൾ. പ്രാദേശിക മേഖലകൾ ഡെയ്മിയോ എന്നറിയപ്പെടുന്ന പ്രഭുക്കന്മാരുടെ കീഴിലായിരുന്നു. സൈനിക യോദ്ധാക്കൾ അറിയപ്പെട്ടിരുന്നത് സമുറായി എന്നായിരുന്നു. ദെൻ ഷോഗൺ ഭരണത്തെ മാറ്റിക്കൊണ്ട് വന്നിട്ടുള്ളതാണ് മെയ്ജിയുടെ ഭരണം. മെയ്ജി പുനഃസ്ഥാപനം എന്നറിയപ്പെടും. അമേരിക്കൻ വ്യാപാരിയായ മാത്യു പെറിയാണ് ഷോഗൺ ഭരണം അവസാനിപ്പിച്ച് 1868 അധികാരത്തിൽ വന്നത്. അപ്പോൾ ഒരു ഭരണാധികാരി ഭരണത്തിൽ നിന്ന് ചക്രവർത്തിമാരുടെ ഭരണത്തിലേക്ക് വന്നത് മെയ്ജി പുനഃസ്ഥാപനത്തിലൂടെയാണ്. ഇവരുടെ തലസ്ഥാനമായിരുന്നു ഏതോ എന്നറിയപ്പെടുന്ന സ്ഥലം, ഇന്ന് ടോക്കിയോ എന്നറിയപ്പെടുന്ന ഏതോ. ഇവരുടെ പ്രധാന ഭരണനയം എന്ന് പറയുന്നത് ഫുക്കോക്കു കോഹി എന്നാണ്. സമ്പന്നമായ രാജ്യം, ശക്തമായ സൈന്യം. അന്ന് 20 വയസ്സ് തികഞ്ഞ എല്ലാ യുവാക്കൾക്കും നിശ്ചിത കാലയളവ് സൈനിക സേവനം നിർബന്ധമാക്കിയിരുന്നു. അപ്പോൾ മെയ്ജി പുനഃസ്ഥാപനം എന്ന് പറയുന്നത് ഷോഗൺ ഭരണത്തിന് ശേഷം വന്നിട്ടുള്ളതാണ്. മെയ്ജി പുനഃസ്ഥാപനം
അമേരിക്കൻ വ്യാപാരിയായ മാത്യു പെറിയാണ് മെയ്ജി പുനഃസ്ഥാപിക്കുന്നത്. 1868 ചക്രവർത്തിമാർ അധികാരത്തിൽ വന്നു. അതുവരെ സൈനികരായിട്ടുള്ള ഭരണാധികാരികളായിരുന്നു. 1868 ചക്രവർത്തിമാർ അധികാരത്തിൽ വരുന്നു. ഇവരുടെ തലസ്ഥാനം ഏതോ ആയിരുന്നു. ഇന്നത്തെ ടോക്കിയോ ആണ് ഏതോ. ഭരണനയമാണ് ഫുക്കോക്കു കോഹി എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം വരുന്നത് സമ്പന്നമായ രാജ്യം, ശക്തമായ സൈന്യം എന്നാണ്. 20 വയസ്സ് തികഞ്ഞ എല്ലാ യുവാക്കൾക്കും നിശ്ചിത കാലയളവ് സൈനിക സേവനം നിർബന്ധമാക്കിയിരുന്നു. ദെൻ അതിൻ്റെ ആശയ ഭൂപടമാണ് തന്നിട്ടുള്ളത്. അതായത് ഷോഗൺ ഭരണത്തിൻ്റെയും തുടർന്ന് വന്ന മെയ്ജി പുനഃസ്ഥാപനത്തിൻ്റെയും. കാലങ്ങളായി ചക്രവർത്തിമാരാണ് ജപ്പാൻ ഭരിച്ചിരുന്നത്. അതായത് ചരിത്രത്തിൽ ഷോഗൺ ഭരണത്തിന് മുമ്പും കാലങ്ങളായിട്ട് ചക്രവർത്തിമാരാണ് ജപ്പാൻ ഭരിച്ചിരുന്നത്. 12-ാം നൂറ്റാണ്ടോടെ ജപ്പാന്റെ ഭരണം ചക്രവർത്തിമാരുടെ കയ്യിൽ നിന്നും ഷോഗൺമാരുടെ നിയന്ത്രണത്തിലായി. 12-ാം നൂറ്റാണ്ടോടെ ഷോഗൺ ഭരണം വരുന്നു. 1853 ജപ്പാനിലെത്തിയ മാത്യു പെറി ജപ്പാന്റെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിമറിച്ചു. 1853 മാത്യു പെറി വരുന്നത്. 1868 ഷോഗൺമാർ അധികാരത്തിൽ നിന്നും പുറത്തായി. ചക്രവർത്തി പ്രധാന അധികാര കേന്ദ്രമായി തിരിച്ചു വന്നു. അപ്പോൾ ആദ്യവും ചക്രവർത്തിമാരായിരുന്നു, പിന്നീടാണ് ഷോഗൺ ഭരണം വരുന്നത്. അതിനുശേഷം ഭരണാധികാരികളായി. അതിനുശേഷം 1853 മാത്യു പെറി വന്നു. 868 ചക്രവർത്തിമാർ തന്നെ അധികാരത്തിലോട്ട് വരുന്നു. ഏതോ നഗരത്തെ തലസ്ഥാനമാക്കി പിന്നീട് അതിനെ ടോക്കിയോ എന്ന് പുനർനാമകരണം ചെയ്തു. ചക്രവർത്തി അധികാര കേന്ദ്രമായി തിരികെ വന്ന സംഭവമാണ് മെയ്ജി പുനഃസ്ഥാപനം എന്ന് പറയുന്നത്. ജപ്പാനിലെ ആദ്യ റെയിൽവേയാണ് ടോക്കിയോ യോക്കോഹാമ തുറമുഖം വരെയുള്ള റെയിൽവേ പാതയാണ് ആദ്യ റെയിൽവേ പാത. 1870-72 ഇത് വരുന്നത്. അയൽ രാജ്യങ്ങൾ, ജപ്പാൻ്റെ അയൽ രാജ്യങ്ങളായിട്ട് വരുന്നത് റഷ്യ, ചൈന, തായ്വാന്, കൊറിയ എന്നിവയാണ്. അപ്പോൾ ജപ്പാനിലെ ആദ്യ റെയിൽവേ അറിയുന്നത് ടോക്കിയോ മുതൽ യോക്കോഹാമ തുറമുഖം വരെയുള്ള റെയിൽവേ പാതയാണ്. 1870-72 റെയിൽവേ വരുന്നത്. അയൽ രാജ്യങ്ങളായിട്ടുള്ളത് റഷ്യ, ചൈന, തായ്വാന്, കൊറിയ. റഷ്യ, ചൈന, തായ്വാന്, കൊറിയ. ദെൻ ലോകയുദ്ധങ്ങളിലാണ് ജപ്പാൻ്റെ ചരിത്രം മാറുന്നത്. ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത് 1914 to 1918 വരെയാണ്. അതിനുശേഷം രണ്ടാം ലോക മഹായുദ്ധം വരുന്നത് 1939 മുതൽ 1945 വരെയാണ്. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും. ഒന്നാം ലോക മഹായുദ്ധം 1914 തൊട്ട് 18 വരെയാണ്. രണ്ടാം ലോക മഹായുദ്ധം 1939 തൊട്ട് 1945 വരെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന് അമേരിക്കയുടെ പേൾ ഹാർബർ ആക്രമിക്കുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്താണ് ജപ്പാന് അമേരിക്കയുടെ പേൾ ഹാർബർ ആക്രമിക്കുന്നത്. ഇതിനെ തുടർന്ന് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചു. അപ്പോൾ ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബർ ആക്രമിക്കുകയും തുടർന്ന് അമേരിക്ക ഹിരോഷിമയിൽ 1945 ആഗസ്റ്റ് 6-ലും നാഗസാക്കിയിൽ 1945 ആഗസ്റ്റ് 9-നും അണുബോംബ് വർഷിച്ചു. ഒരുപാട് ജപ്പാന് സ്ഥിതി വളരെ മോശമായിട്ട് മാറി. അതിനുശേഷവും ജപ്പാന് ഒരുപാട് ഒരു ഡെവലപ്ഡ് രാജ്യമായിട്ട് ഉയർന്നു വന്നു. അതാണ് യുദ്ധാനന്തര വിസ്മയം എന്ന് പറയുന്നത്. അതിന് പ്രധാനമായിട്ട് വന്നിട്ടുള്ളൊരു തെളിവാണ് 1964 തന്നെ ജപ്പാനിൽ ഒളിമ്പിക്സ് നടന്നു. അപ്പോൾ 1945 ഒരു അണുബോംബ് വർഷണം നടന്ന ഒരു രാജ്യത്ത് 1964 ജപ്പാനിൽ ഒളിമ്പിക്സ് നടന്നു. അതിനുശേഷം ഒരുപാട് പുരോഗതി ജപ്പാൻ്റെ വികസനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറിയൊരു പാഠഭാഗമാണിത്. ജപ്പാൻ്റെ ചെറിയൊരു ചരിത്രവും അതുപോലെ തന്നെ യുദ്ധാനന്തരം വന്ന ചെറിയൊരു മാറ്റവും പറയുന്നുണ്ട്. നമുക്ക് ഈ ഒരു പാഠഭാഗത്തോടു കൂടി നമ്മൾ 6-ാം ക്ലാസ്സിലെ എല്ലാ പാഠഭാഗങ്ങളും സോഷ്യൽ സയൻസ് ഭാഗത്ത് വരുന്ന എല്ലാ പാഠഭാഗങ്ങളും തീർത്തിട്ടുണ്ട്. 7-ാം ക്ലാസ്സിൽ അടുത്തത് നമുക്ക് 7-ാം ക്ലാസ്സിലെ ഓരോ പാഠഭാഗങ്ങളായിട്ട് പഠിച്ചു പോവാം. താങ്ക് യു. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.